ഹലോ ഗൈസ്, വെൽക്കം ടു ട്രാവൽ വിത്ത് ഗോപ്സ്. ഞാൻ കോമകുമാർ. അപ്പോൾ ഇത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, കുണാഫ. അപ്പോൾ എൻ്റെ വൈഫിന് ഈ സംഭവം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ എന്നോട് പറഞ്ഞ് ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്കിത് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ കുണാഫ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനും ഈ സാധനം കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ ഓർഡർ ചെയ്തേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിതിൻ്റെ പരസ്യം കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു സാധനം വന്നിട്ട് അങ്ങനെ തന്നെ കഴിക്കണതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഈ നമ്മുടെ യൂട്യൂബിലൊക്കെ നമ്മൾ ദുബായിലെ വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഈ കുണാഫ കഴിക്കാൻ പോകുന്നതും അജയ് സ്റ്റീഫനും അതുപോലെ തന്നെ നമ്മുടെ രണ്ടുമൂന്ന് ഇവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങൾ സംഭവം ശരി എന്നാൽ പിന്നെ ഓർഡർ ചെയ്തേക്കാം. അപ്പോൾ അവൻ ഓർഡർ ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിങ്ങനെ വന്നിട്ട് വെറുതെ അങ്ങോട്ട് എടുത്ത് കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചു. വെട്ടിന് പണി കിട്ടി. സംഭവം വന്നത് ഇതാണ്, ഫ്രോസൺ ആയിട്ടാണ് വന്നത്. ആക്ച്വലി ഫ്രോസൺ കുണാഫയാണ്. അപ്പോൾ ഞങ്ങൾ ഈ സംഭവം ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. ഇത് ആക്ച്വലി ഫ്രോസ്റ്റാണ്, ആക്ച്വലി ഫ്രോസൺ ആണ്. അപ്പോൾ ഇത് ഡീഫ്രോസ് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മളതങ്ങനെ ഡീഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് പാക്കറ്റ് പൊട്ടിച്ച് പാക്കറ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് എന്താണ്, ഇത് അതിൻ്റെ കൂടുതൽ ഐറ്റംസാണ്. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇതെന്താണിത്? ഇത് ഇങ്ങനെ ഒരു പാക്കറ്റ് അവർ കൂടെ തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇത് കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ എന്തോ ഒരു സിറപ്പുണ്ട്. ഇത് ഷുഗർ സിറപ്പ് എന്നാണ് അവർ പറഞ്ഞത് ആക്ച്വലി. പിന്നെ ഇതാണ് കുണാഫയുടെ ഒരു പാക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ അവരോട് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത്. പക്ഷേ ഇത് കംപ്ലീറ്റ് മലയാളമാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഇതൊരു ചലഞ്ച് കൊടുത്തതാണ്, ചീസ് താരക് വീഡിയോ ക്രിയേറ്റീവ് ചലഞ്ച്. അതായത് നമ്മൾ ഈ കുണാഫ ഉണ്ടാക്കണത് ഒരു വീഡിയോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ ഫ്രീ ഗിഫ്റ്റൊക്കെ തരുന്നുണ്ട് ആക്ച്വലി. ഇത് നമുക്കിവിടെ കൊണ്ടുതന്നതൊരു ഒരു മലായി ഫാമിലിയാണ്. അവരുടെ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അവരാണിത് ഫേസ്ബുക്കിൽ ഭയങ്കര അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തത് ഓർഡർ ചെയ്തത്. അപ്പോൾ അവരുടെ നിന്നാണ് നമ്മളത് ഓർഡർ ചെയ്തത് ആവശ്യം. അപ്പോൾ നമുക്ക് ഇതെന്താണ് സംഭവം നോക്കാം, എന്നിട്ട് അതിൻ്റെ വീഡിയോ കൊടുക്കാം. അപ്പോൾ ഈ കുണാഫ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ അവർ 3 ഓപ്ഷനാണ് നമ്മുടെ പറഞ്ഞത് ഡീഫ്രോസ് ചെയ്തിട്ട് ചൂടാക്കാനായിട്ട്. ഒന്ന് എയർ ഫ്രയർ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ്, അതുപോലെ ഓവനിൽ വെച്ച് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഫ്രൈ പാനിൽ വെച്ച് ചൂടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എയർ ഫ്രയറിലാണ്. അപ്പോൾ ഇത് എയർ ഫ്രയറിൽ ഞങ്ങളധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യാറുണ്ടല്ലാണ്ട് ആ സാധനം വാങ്ങിയിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ എയർ ഫ്രയറിൽ യൂസ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് വരുന്നത്. യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്കിത് ഞങ്ങളത് ആദ്യമായിട്ട് കഴിക്കാൻ കേട്ടോ. ആക്ച്വലി ഇതുവരെ ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല, ഞാനും വൈഫും ആരും കഴിച്ചിട്ടില്ല. പിന്നെ ഇത് പ്രൊഡക്റ്റ് ആക്ച്വലി മലേഷ്യൻ പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് അറബിക് ഇതിലാണ് ഉണ്ടാക്കിയെന്നാണ് അവർ പറയുന്നത്. സോ ജസ്റ്റ് വിൽ ട്രൈ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ നമുക്ക്. ആദ്യം നമ്മളിത് വെച്ചിട്ടുണ്ട്, ഇത് എയർ ഫ്രയർ വെച്ചിട്ടുണ്ട്. ഇതാദ്യം നമ്മളിത് പ്രീ ഹീറ്റ് ചെയ്യണം. പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് സാധനം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളത് ഓൾറെഡി പ്രീ ഹീറ്റിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ചുവന്ന ഈ പച്ച പാക്കറ്റ്, ഈ പച്ച പാക്കറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിസ്തയാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ അത് വായിച്ചു നോക്കാം. അപ്പോൾ പിസ്തയാണ് ഈ സംഭവം. പിന്നെ ഇത് ഇങ്ങനത്തെ പേരെന്താ, ഇതുണ്ടാക്കിയ ആളുടെ പേരാന്ന് തോന്നുന്നു. ഇത് വല്ലാത്തൊരു കുണാഫ അൺബോക്സിംഗ് ആയിപ്പോയി. ഗോൾഡൻ ഖനീഫ അലി ഹഫ്ജാഫി ഓഫ് അറബ്സ്. എന്ത് സംഭവം എന്ന് പറഞ്ഞില്ല. ഞാനേ വൈഫിൻ്റെ അടുത്ത് പറയരുത് ഈ കുണാഫ നീ മലയാളത്തിൽ പറയണ്ട, പേരൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോവും. അതുകൊണ്ട് നീ ഇതൊരു അറേബ്യൻ സ്വീറ്റ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയരുത്. എന്തായാലും സംഭവം നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് ഇനി അത് ഉണ്ടാക്കി നോക്കട്ടെ എങ്ങനെയാണ്. നമ്മളിത് എയർഫ്രയറിലേക്ക് വെക്കാൻ പോവാണ്. 160 ഡിഗ്രിയിലാണ് ഇത് ചൂടാക്കേണ്ടതെന്നാണ് അവർ ഇൻസ്ട്രക്ഷനിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് 160ലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്ത് ഇതാണ് ടെമ്പറേച്ചർ. സോ 160 വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം നമുക്ക് ഇതിലേക്ക് വെക്കാം, ഫ്രയറിലേക്ക് വെക്കാം. ഓക്കെ, അൺബോക്സ് ചെയ്തോ. കുണാഫ അൺബോക്സിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ ഞങ്ങളത് അൺബോക്സ് ചെയ്തിരിക്കുകയാണ് സക്സസ്ഫുള്ളി. എങ്ങനെയുണ്ട് നോക്കാം, പൊളിച്ച് നോക്കാം.
ഇത് ആക്ച്വലി നമ്മുടെ ഈ ഇതൊക്കെ കിട്ടുമല്ലോ, എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഈ എന്തൊരു സാധനം വാങ്ങിക്കുക, ഇത് ഈ എന്താ പറയുക, ഈ ഹർദയാലിന് എന്തൊരു സാധനം കിട്ടുമല്ലോ, അതുപോലെ ഉണ്ട് ആക്ച്വലി സ്വീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് എയർ ഫ്രൈയിലേക്ക് വെച്ച് നോക്കാം ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, എത്ര മിനിറ്റ് ആഡ് ചെയ്ത്? 10 മിനിറ്റ് നമ്മളിത് എയർ ഫ്രൈയിൽ വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് എയർ ഫ്രൈൻ്റെ കഥ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതായി ഹീറ്റായി. ഇനി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് തിരിച്ചിടണം. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ ഇത് തുറക്കണം, തുറന്നിട്ട് അത് തിരിച്ചിടണം. എങ്ങനെ തുറക്കണേടി? അതായത് ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, വയറിനുണ്ട്. ഓക്കെ, ഇനി തിരിച്ച് ഇതിലേക്ക് വെക്കണം, ഓവനിലേക്ക് വെക്കണം. അത് ഭയങ്കര എന്താ പറയുക, സേമിയ മാതിരി, നമ്മൾ സേമിയൊക്കെ വറക്കുന്ന മാതിരി ആയിട്ടുണ്ട് ആ സംഭവം കേട്ടോ. സേമിയൊക്കെ വറക്കുന്ന മാതിരി ആയിട്ട് തിരിച്ച് വെച്ചിരിക്കണം. തിരിച്ചെത്ര മിനിറ്റ്? അതേ 10 മിനിറ്റാണ്. ഓക്കെ, 10 മിനിറ്റ് നമ്മൾ വെച്ചിരിക്കുകയാണ്. ടൈം സെറ്റ് ചെയ്തു. 160 ഡിഗ്രിയിലാണ് അത് വെക്കേണ്ടത്. അതെല്ലാം മാനുവൽ അവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എത്ര ഡിഗ്രിയിലാണ് വെക്കേണ്ടതെന്നുള്ളത്. സംഭവം കൊള്ളാം. സൂക്ഷിച്ച് നല്ല ചൂടാണ് കേട്ടോ, രക്ഷയില്ല ചൂട്, കട്ട ചൂടാണ്. നമ്മളിത് പ്ലേറ്റിലേക്ക് വെച്ചിരിക്കുകയാണ്. പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഇനി നമ്മളിത് ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് ടേബിൾ ചെയ്യാം. എങ്ങനെയാണ് പരിപാടി എന്നുള്ളത് അറിയില്ല. അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് ടേബിൾ ചെയ്യാം. ഓക്കെ, ഇനി എന്തൊക്കെ ഡെക്കറേഷൻസ് ആഡ് ചെയ്യുന്നത് വേണ്ടത്? ആദ്യം നമ്മൾ ഈ സാധനം, ഇത് ഷുഗർ സിറപ്പാണ്, ഇത് ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ആദ്യം ഷുഗർ സിറപ്പ് ഒഴിക്കാം. ഷുഗർ സിറപ്പ് നല്ല രീതിയിൽ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മൾ പിസ്ത, അവർ കൊടുത്തിട്ടുള്ള പിസ്ത എടുത്തിട്ട് അതിൻ്റെ മേലെ വിതരണം. അപ്പോൾ നമുക്ക് പിസ്തയുടെ പാക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഈ പിസ്ത അതിൻ്റെ മേലെ ഇങ്ങനെ വിതരണം. സംഭവം കാണാനൊക്കെ കൊടുക്കുന്നത് ഗുമ്മുണ്ടോ, പിസ്ത വീണോട് കൂടിയിട്ട് സംഭവം പൊളിയാണ്. ഒട്ടുക്കത്തെ ഗുമ്മാണ്, ഒരു രക്ഷയില്ല. ഒട്ടുക്കത്തെ നല്ല കൺസിസ്റ്റൻസി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ പിസ്ത അതിൻ്റെ മേലെ കിടക്കുന്ന സമയത്ത് നല്ല ഒരു കൺസിസ്റ്റൻസി. നമ്മൾ ആദ്യം ഇതിൻ്റെ ടെക്സ്ചർ വൈറ്റ് കളറായിരുന്നു, പിന്നെ നമ്മൾ ചൂടായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി ഒരുതരം എന്താ പറയുക, കുറച്ചൊരു ബ്രൗണിഷ് കളറും പിന്നെ ഒരു ഗോൾഡൻ കളറുമായിട്ടുള്ളൊരു ടെക്സ്ചറാണ് വന്നിട്ടുള്ളത്. ശരിക്കും കുനാഫ ഇങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതണം. കാരണം ഞങ്ങളിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്, ഞങ്ങൾക്കിത് അറിഞ്ഞൂടാ. ഇത് അറബിക് സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് തന്നത്. അപ്പോൾ സംഭവം നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തത് നമ്മളിത് കഴിക്കേണ്ട പരിപാടിയാണ്.
ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ ചീസാണ്. ഈ ചീസും അതിൻ്റെ മേലുള്ള ഇതുമാണ് സംഭവം. അപ്പോൾ ചീസോട് ചേർത്ത് കഴിയുമ്പോൾ തന്നെ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് ചീസ് കണ്ടോ, അങ്ങനെ ഇതിങ്ങനെ വരും ചീസ്. ചീസും മധുരവും പിസ്തയുടെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ ഒരു ആദ്യം മേലെ കഴിക്കുമ്പോൾ നമുക്ക് നല്ല മധുരം തോന്നും. പക്ഷെ ഉൾസൈഡിൽ പോയി കഴിക്കുമ്പോൾ നമുക്ക് ആ ചീസിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത്. അപ്പോൾ സംഭവം ഇത് കാണിച്ചു തരാം. ഇത് തന്നെ നോക്കോ, കണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അറിയണേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുണാഫ അൺബോക്സിങ്. സംഭവം പണി പാളിയെന്ന് പറഞ്ഞൂടാ, ഇത് ഇങ്ങനെ തന്നെയാണോ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞൂടാ, സ്വീറ്റ് ആണോ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. സോ ഞങ്ങളിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ സംഭവം ലോക്ക്ഡൗൺ ആയത് നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫുഡിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അവിടുത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും ബൈ.